നമ്മുടെ ബുധൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെതാണ് കണക്കാക്കുന്നത്. അപ്പം ബുധന് വിഷ്ണു ക്ഷേത്രത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബുധനെ നമുക്ക് ബലപ്പെടുത്താൻ പറ്റും. അപ്പം ബുധൻ പ്രതികൂലമായി നിൽക്കുന്ന ഒരു ജാതകത്തിലാണ് പ്രശ്നങ്ങളുണ്ടാവും. 3, 6, 8, 12 ഈ ഭാവങ്ങളിൽ വ്യാഴം വരികയാണ് നമുക്ക് അനുകൂലമല്ല. അതെ. അപ്പോൾ അനുകൂലമാണ് നമ്മൾ ദശാപരമായിട്ട് നമുക്ക് നല്ല സമയമാണെന്ന് വിചാരിക്കാം. ചാരവച്ചാലുള്ള ഫലം നമുക്ക് ഗോചര വെച്ചിട്ട് അനുകൂലമല്ലെങ്കിൽ നമുക്കൊരു 50% ബലം അവിടെ കുറയും. ഈ പ്രതീക്ഷകൾ കൊടുക്കുന്നതാണല്ലോ സാറേ ജ്യോതിഷം എന്ന് പറയുന്നത്. പേടിപ്പെടുത്തലുള്ള ഒരു സൈഡിൽ കൂടെ മാത്രമാണ്. ഒന്ന് അനുകൂലമാണ്, ഒന്ന് പ്രതികൂലമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ഒരു കാര്യം അത് സമർത്ഥിക്കാം, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പ്രൂവ് സഹിതം പറയണം. അത് പറ്റണമെങ്കിൽ ഈ ബുധൻ ചൊവ്വയുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റും. ആ ചന്ദ്രൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ വരുന്നതാണ് ഗോചരഫലം വരുന്നതാണ്. സാർ, ഈ കേതുദശയ്ക്ക് മുൻപുള്ള ദശ, അതായത് ഒരാളുടെ ബിസിനസ് ലൈഫിൽ അദ്ദേഹം എന്തൊക്കെ ആയിത്തീരുമെന്ന് വിശ്വസിച്ച് നടക്കുന്നതാണ് കേതുദശയുടെ മുൻപുള്ള ദശ, ബുധദശ. ഈ ബുധദശാകാലങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ദോഷഫലങ്ങളായിട്ട് വരുന്നത്? ബുധനെ പറ്റി പൊതുവിൽ നമ്മൾ കണക്കാക്കുന്നത് ഈ വിദ്യാകാരകൻ ആണ്. വിദ്യ, നമ്മളെ പഠിപ്പിൻ്റെ പറ്റി എല്ലാവരും പറയുന്നത് എൻ്റെ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ബുധനാണ്. ബുധൻ ജാതകത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളില്ല. പിന്നെ ബുധന് വേറൊരു പ്രത്യേകതയുണ്ട്. ബുധന് മൗഢ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗഢ്യം എന്ന് പറഞ്ഞാൽ സൂര്യനും ബുധനും ഒരു ജാതകത്തിൽ 13 ഡിഗ്രിക്ക് അകത്ത് നിൽക്കുകയാണെങ്കിൽ ബുധന് മൗഢ്യം എന്ന് പറയും. അപ്പം ബുധന് കാര്യമായ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം നമ്മൾ സൂര്യൻ്റെ 13 ഡിഗ്രിക്ക് അകത്ത് നിന്ന് സൂര്യൻ്റെ എനർജി കാരണം ബുധനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ ബുധനെ ബലപ്പെടുത്തിയിട്ട് അതിന് ബുധനെ ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് വിദ്യാരാജഗോപാല യന്ത്രം, അല്ലെങ്കിൽ വിദ്യാരാജഗോപാല മന്ത്രം, അല്ലെങ്കിൽ ബുധന് വേണ്ടിയിട്ട് എംബ്രാൾഡ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ ബുധൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെതാണ് കണക്കാക്കുന്നത്. അപ്പം ബുധന് വിഷ്ണു ക്ഷേത്രത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബുധനെ നമുക്ക് ബലപ്പെടുത്താൻ പറ്റും. അപ്പം ബുധൻ പ്രതികൂലമായി നിൽക്കുന്ന ഒരു ജാതകത്തിലാണ് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ ജാതകത്തിൽ ഒരാളുടെ ജാതകത്തിൽ ബുധൻ 2ാമത്തെ രാശിയിൽ നിൽക്കുകയാണ്, ലഗ്നത്തിൻ്റെ 2ൽ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബുധനും ചൊവ്വയും തുലാരാശിക്കാരുടെ 2ൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ബുധനും ചൊവ്വയും. അപ്പം ബുധൻ്റെ ശത്രുവാണ് ചൊവ്വ. ചൊവ്വയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബുധനവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ബുധനും ചൊവ്വയും ഒരു ജാതകത്തിൽ നിന്ന് കഴിച്ചാൽ അത് 2ൽ നിൽക്കുകയാണെങ്കിൽ 2 നമ്മളെ കമ്മ്യൂണിക്കേഷൻ, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പം ഈ ബുധനും ചൊവ്വയും ജാതകത്തിൽ നിന്ന് ചീത്തയാണെന്ന് പറയാൻ വേണം. വളരെ നല്ല ഒരു വക്കീലായിട്ട് വരാൻ ഈ ബുധനും ചൊവ്വയും പറ്റും. കാരണം വക്കീലിൻ്റെ സ്വഭാവം അറിയാമല്ലോ. വക്കീൽ ഒരു കാര്യം അത് സമർത്ഥിക്കാം, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പ്രൂവ് സഹിതം പറയണം. അത് പറ്റണമെങ്കിൽ ഈ ബുധൻ ചൊവ്വയുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ബുധനും ചൊവ്വയൊന്നും ഇനിയൊന്നും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വി ഹാവ് ടു സെലക്ട് ഏത് ഫീൽഡിൽ നോക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല ഫലം. സന്തോഷം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പല ദശാകാലങ്ങളെക്കുറിച്ചും ചെറിയൊരു ഔട്ടർ കവറേജ് കൊടുത്തു. ഇതിനകത്ത് ആൾക്കാരുടെ തെറ്റിദ്ധാരണകൾ ഓൾമോസ്റ്റ് ഈ ദശാകാലങ്ങളിൽ നിന്ന് മാറുമെന്ന് വിശ്വസിക്കാം. സർ, ഈ ദശാകാലങ്ങൾക്കൊപ്പം തന്നെ ആൾക്കാർ വളരെ ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നതാണ് ഗോചരഫലങ്ങൾ. ഈ ഗോചരഫലങ്ങൾ എങ്ങനെ ഈ ദശാകാലങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സാധാരണയായിട്ട് ഗോചരഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞത്. ഒരു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ആ ചന്ദ്രൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ വരുന്നതാണ് ഗോചരഫലം വരുന്നത്. അപ്പം ചന്ദ്രൻ്റെ 2, 5, 7, 9, 11 ഈ ഭാവങ്ങളിൽ വ്യാഴം വരികയാണെങ്കിൽ വളരെ നല്ല ഫലം വരും. ചന്ദ്രൻ്റെ 3ൽ വ്യാഴം വരികയാണെങ്കിൽ 3, 6, 8, 12 ഈ ഭാവങ്ങളിൽ വ്യാഴം വരികയാണെങ്കിൽ നമുക്ക് അനുകൂലമല്ല. അപ്പോൾ അനുകൂലമാണ്. നമ്മൾ ദശാപരമായിട്ട് നമുക്ക് നല്ല സമയമാണെന്ന് വിചാരിക്കാം. ചാരവച്ചാലുള്ള ഫലം നമുക്ക് ഗോചര വെച്ചിട്ട് അനുകൂലമല്ലെങ്കിൽ നമുക്കൊരു 50% ബലം അവിടെ കുറയും. ഒരു ദശാകാലത്തിലൊരു 50% കൊടുക്കുക, ഗോചരത്തിലൊരു 50% കൊടുക്കുക. അപ്പോൾ രണ്ടും അനുകൂലമാണെങ്കിൽ യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് റിസൾട്ട്സ്. ഒന്ന് അനുകൂലമാണ്, ഒന്ന് പ്രതികൂലമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ശരി. പിന്നെ ഗോചര ഫലം സാധാരണയായി നമ്മൾ പരിഗണിക്കുന്നത്
ഒരു 40-45 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള ആൾക്കാരുടെ കാര്യത്തിലാണ് ഗോചരം എടുക്കുന്നത്. കുട്ടിക്കാലത്തൊന്നും ഗോചരത്തെ പറ്റി വലിയ പ്രയാസമില്ല. ഗോചരം അനുകൂലില്ല. കുട്ടിക്കാലത്ത് പേരൻസിന് പുതിയ കുട്ടികൾ വരും, അല്ലെ കുട്ടിക്കൊന്നും വരില്ല, പേരൻസിനാണ് വരുന്നത്. പ്രായമുള്ള ഒരാളെ സംബന്ധിച്ച് ദശാകാലത്തിലേക്കാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് ഗോചരഫലത്തിനാണ്. ഈ ഗോചരഫലം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഏത് ഗോചരത്തിലാണ് വരുന്നത്? ഈ ചില സമയങ്ങളിൽ സൂര്യഗോചരഫലം, വേഴത്തിൻ്റെ ഗോചരം, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക്? അതായത് ഈ ശനിദശയിലുള്ള കാലങ്ങളിൽ ഏത് ഗോചരമാണ് ആൾക്കാർക്ക്? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പല പ്രഡിക്ഷൻസ് സാധാരണപ്പെട്ട ആൾക്കാർ നോക്കുമ്പോൾ ഈ പ്രതീക്ഷകൾ കൊടുക്കുന്നതാണല്ലോ സാറേ ജ്യോതിഷം എന്ന് പറയുന്നത്. പേടിപ്പെടുത്തലുള്ള ഒരു സൈഡിൽ കൂടെ മാത്രമാണ്. അപ്പോൾ വളരെ പ്രതീക്ഷകൾക്ക് വേണ്ടി ഒരു ജാതകം നോക്കുമ്പോൾ, ഗ്രഹസ്ഥിതി നോക്കുമ്പം ചിലപ്പോൾ എന്താ പറയുക, ഗ്രഹത്തിന് ബലം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രഡിക്ഷൻസ് വായിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ പോകുമ്പോൾ അടുത്ത പേജ് നോക്കുമ്പോഴാണ് ഈ ഗോചരം കാണുന്നത്. അപ്പോൾ സകല പ്രതീക്ഷയും ഇവിടെ പോകും. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു ശനിദശയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഗോചരമായിട്ട് ശനി 3, 6, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല ഫലം കിട്ടും. ശനി ദശയാണ് 3, 6, 11. ചന്ദ്രന്റെ 3, ചന്ദ്രന്റെ 6, ചന്ദ്രന്റെ 11 ഈ ഭാവങ്ങളിൽ ശനി നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ശനി ദശയിൽ വളരെ നല്ല ഫലം കിട്ടും. അതേസമയത്ത് ശനി ജന്മരാശിയിൽ ചന്ദ്രന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശനി ജന്മരാശിയുടെ 4, 7, 10 കേന്ദ്ര സ്ഥാനങ്ങൾ, സ്ഥാനങ്ങളുടെ കൂടെ കേന്ദ്രം 4, 7, 10 ആ ഭാവങ്ങളിൽ നിന്നാൽ ശനി നമുക്ക് അനുകൂല ഫലം തരില്ല. അതിന് പറയുന്നത് കണ്ടകശനി എന്ന് പറയും. അനുകൂലമായി തരില്ല. അതിനുള്ള നമുക്ക് പരിഹാരങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സന്തോഷം. എന്തായാലും സാധാരണപ്പെട്ട ആൾക്കാർ, ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു പിച്ചകൻ എന്തെങ്കിലും ആവശ്യങ്ങൾ തേടി വരുമ്പോഴാണ് ജ്യോതിഷനെടുത്ത് പോകുന്നത്. നല്ല ജ്യോതിഷനെ കണ്ടെത്താനുള്ള വഴികൾ കാണട്ടെ, നല്ല ദേവന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ. അതിലുപരി ഈ പേടിപ്പെടുത്തലുകളെ മാറി ഇതുപോലെയുള്ള സാധാരണ രീതിയിലുള്ള പരിഹാരങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം.